So, good evening to all of you once again. This is our second class. ഇന്ന് നമ്മുടെ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ സെക്ഷനാണ് ക്ലാസ്. ആദ്യ ക്ലാസ് ഇൻട്രോ ആണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞത്. പിന്നീട് മിനിഞ്ഞാന്ന് ക്ലാസ് എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം ബാഡ് വെതർ അറിയാലോ, മോശമായ കാലാവസ്ഥയായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ്സിൽ ആദ്യം നിങ്ങൾ ഈ ക്ലാസ്സിന് വരുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. പൊതുവിൽ നമ്മിൽ കൂടുതൽ ആർക്കും ഈ ഓൺലൈനായിട്ട് ഇങ്ങനെയുള്ള ക്ലാസ്സുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് അതിൻ്റെ കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. കാരണം നല്ല റേഞ്ച് ഇല്ലെങ്കിൽ പോലും പൊതുവെ റേഞ്ച് ഇല്ലാത്ത പ്രദേശത്തുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് പോലും ക്ലാസ് സ്റ്റക്ക് ആവാതെ ക്ലാസ്സിൻ്റെ പൂർണ്ണതയിൽ ക്ലാസ് കിട്ടാനുള്ള ചില കുറുക്കു വഴികളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ പരമാവധി വീടിൻ്റെ ഏത് ഭാഗത്താണ് റേഞ്ച് ഉള്ളത് എന്ന് നോക്കിയിട്ട് അതിന് ചില ആപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിന് റേഞ്ച് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ചില ആപ്പുകളൊക്കെ ഉണ്ട്. യൂട്യൂബിലൊന്ന് നോക്കിയാൽ അതിൻ്റെ ട്യൂട്ടോറിയൽ കിട്ടും. വീടിൻ്റെ ഏത് റൂമിലാണ് നല്ല റേഞ്ച് വരുന്നത്, ആ ഭാഗത്ത് അല്ലെങ്കിൽ ആ റൂമിൽ ക്ലാസ് നിങ്ങൾ അവിടെ പോയിരുന്ന് ക്ലാസ് കേൾക്കുകയാണെങ്കിൽ മറ്റു റൂമിൽ ഇരുന്ന് പിന്നെ കേൾക്കുന്നതിനേക്കാളും നന്നായിരിക്കും. പിന്നെ മറ്റൊന്ന്, നിങ്ങൾ ക്ലാസ്സിന് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ക്ലാസ് ഒരു 7:10 വെക്കുന്നതെങ്കിൽ നിങ്ങളൊരു 7 മണിക്ക് തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളെ ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, റീസ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഫോണൊന്ന് ഓഫാക്കിയിട്ട് പിന്നെ 30 സെക്കൻഡ് കഴിഞ്ഞ ശേഷം ഫോൺ ഓണാക്കുക. ചില ഫോണിൽ ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഫോൺ ഓഫാക്കിയിട്ട് ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്ത ശേഷം ഫോൺ ഓണാക്കിയാൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ മക്കളൊക്കെ നമ്മളെ ഫോണിൽ കുറേ കളിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഓൺലൈനായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഫയലുകൾ കുറേ എണ്ണം കയറിങ്ങാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കിടക്കും. അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർനെറ്റ് പാത്ത് റെഡി ആകാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും വീഡിയോ സ്റ്റക്കോ ഓഡിയോ സ്റ്റക്കോ ഒക്കെ ആയിട്ട് നമുക്കത് അനുഭവപ്പെടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കുറച്ചും കൂടി മൊബൈലിൻ്റെ ടെക്നിക്കൽ വശം അറിയുന്നവരാണെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ട് സ്റ്റോറേജിൽ ക്യാഷ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. അത് സംഭവം അറിയാത്തൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോൺ ഓഫാക്കി ഓണാക്കിയാൽ മതി. ഇനി അറിയുന്നവരാണെങ്കിൽ സെറ്റിങ്സിൽ സ്റ്റോറേജിൽ ക്യാഷ് ഒന്ന് ക്ലിയർ ചെയ്ത ശേഷം ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും. ഓക്കെ, ഈ ഒരു 2 കാര്യം ഓക്കെ. ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഒരു 1 ഇയർ ഏറെക്കുറെ എല്ലാ ദിവസങ്ങളിലും ശനി ഞായർ ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോൾ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യണം, ക്ലാസ്സിൻ്റെ എല്ലാ മികവോടും കൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ക്ലാസ് കേൾക്കാൻ കഴിയണം, ക്ലാസ് കിട്ടണം. അപ്പോൾ അതിനുള്ള ചില ഈസി മാർഗങ്ങളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പരമാവധി പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക, എന്നാൽ പിന്നെ സ്റ്റക്ക് വരില്ല കേട്ടോ. ക്ലാസ് അതിൻ്റെ ആ ഒരു പൂർണ്ണതയിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, നമുക്കിനൊരു ആപ്പ് വരുന്നുണ്ട്. അപ്പോൾ ആപ്പിൻ്റെ കാര്യങ്ങളും മറ്റുമൊക്കെ നമ്മുടെ റെഗുലർ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സാറ് നിങ്ങളെ അറിയിക്കും. ആപ്പ് ലിങ്ക് അയച്ചു തരും. ആപ്പ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ആപ്പിൽ എങ്ങനെയാണ് നമ്മൾ ക്ലാസ് റൂമിൽ കയറുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഗ്രൂപ്പിൽ നിങ്ങളെ അറിയിക്കും. സംശയങ്ങൾ ദൂരീകരിച്ച് തരും കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് എല്ലാവർക്കും കുറഞ്ഞ റേഞ്ച് തന്നെ വർക്ക് ചെയ്യുന്ന ഒരു പിന്നെ വീഡിയോ ആപ്പാണ് ഗൂഗിൾ മീറ്റ്. അതിലാണ് ഇനിയുള്ള ക്ലാസ്സുകൾ. സ്പോക്കൺ ഇംഗ്ലീഷ് ഏറെക്കുറെ മുഴുവനായിട്ടും അതിലാണ് ഉണ്ടാവുക. ക്ലാസ് ഇപ്പോൾ റെക്കോർഡിങ്ങിലാണ്. റെക്കോർഡ് ചെയ്ത വേർഷൻ ഞാൻ യൂട്യൂബ് അപ്ലോഡ് ചെയ്ത് പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും ലിങ്കും അയക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ചില ആളുകൾ നമ്മുടെ ട്രെയിനീസ് പിന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്തിരുന്നു, വളരെ നന്നായിട്ടുണ്ട്. കാരണം പലരും നല്ല കാലിബർ ഉള്ളവരാണ്, ചെയ്തവരൊക്കെ തന്നെ നല്ല കാലിബർ ഉള്ളവരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അത് ചെയ്തത്. നന്നായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു പ്രൊഫഷണൽ രീതി തന്നെ ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ശരിക്കും ടീച്ചർ ആവാൻ കഴിയും എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതാണ് കാരണം ഞാനിങ്ങനെ ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളിൽ എത്ര ആളുകൾക്ക് ടീച്ചർ ആവാനുള്ള ആ ഒരു കേപ്പബിലിറ്റി ഉണ്ട് എന്ന് ഒന്ന് ചെക്ക് ചെയ്യാൻ കൂടിയാണ്. അതിൽ നിങ്ങൾ ചെയ്തവരൊക്കെ വിജയിച്ചിട്ടുണ്ട്, നല്ല അടിപൊളിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ കീപ്പ് ഇറ്റ് അപ്പ്. ഇനി ബാക്കിയുള്ളവർ അടുത്ത തിങ്കളാഴ്ച മുതലോ ചൊവ്വാഴ്ച മുതലോ
നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ ടൈം കിട്ടുക ഒക്കെ ഒന്ന് നന്നായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഒരു വോയിസ് ആക്കിയിട്ട് അയച്ചു തന്നോളൂ. ഞാൻ നോക്കാം. ഓക്കെ കേട്ടോ. ഇനി നമുക്ക് ഓരോ ദിവസങ്ങളിലും ഓരോ ടാസ്കുകളൊക്കെ ആയിട്ട് ചെയ്യാണ്ടാവും. വീട്ടിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞിരിക്കേണ്ട സമയത്ത് നിങ്ങൾ ബെഡ്റൂമിൽ ഇരുന്നുകൊണ്ട് ചെയ്താൽ മതി. ഓക്കെ കേട്ടോ. എന്നാൽ നമ്മൾ പടിപടിയായിട്ട് ടീച്ചറുടെ ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്, അറിയാലോ. അപ്പോൾ ഇപ്പം നിങ്ങളെ മനസ്സിലുണ്ടാവും സംഭവം ഇപ്പോൾ എന്തോ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഈ കോഴ്സിന് ചേർന്നത്, പഠിച്ചവനറിയാം എൻ്റെ അവസ്ഥ, ഞാനൊക്കെ ഈ കോഴ്സ് പാസ്സാവുമോ, ഞാനൊക്കെ ടീച്ചറാവുമോ, എങ്ങനെ എന്നൊക്കെയുള്ള ഒരു തോന്നൽ നിങ്ങളെ മനസ്സിലുണ്ടാവും. പക്ഷെ ആ തോന്നലിന് ഒരു അർത്ഥവും ഇല്ല. അത്തരം തോന്നലുകൾക്ക് ഒരു കാര്യവും ഇല്ല എന്നുള്ള കാര്യം 2-3 മാസമാകുമ്പോൾ ബോധ്യപ്പെട്ടോളും. ഇപ്പം ഞാനായിട്ട് ആ ഒരു കാര്യം ബോധ്യപ്പെടുത്തുന്നത് ഞാൻ സ്വയം ബോധ്യപ്പെട്ടോളും. അപ്പോൾ നിങ്ങളെല്ലാവരും ടീച്ചറാവും എന്ന കാര്യത്തിൽ എന്നെ സംബന്ധിച്ചൊരു സംശയമില്ല. ഞങ്ങളെ ടീച്ചേഴ്സിനെ ഞങ്ങളെ പഠിപ്പിക്കുന്നവരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ്. കാരണം വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്നാണ് വിവരമുള്ള സായിപ്പ് പറഞ്ഞത്. വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. അതായത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ആത്മാർത്ഥമായി ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം കിട്ടിയിരിക്കും എന്നുള്ളതാണ്. വേറെയുണ്ട് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളിലേക്ക് ആ കാര്യം എത്തിക്കാനായി മത്സരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കേവലം ഇതൊന്നും വെറുവാക്കല്ല, ഇതൊക്കെ ഒരുപാട് ആളുകൾ പല പഠനങ്ങളിലൂടെയും തെളിവുകളോട് കൂടി അവർ മനസ്സിലാക്കി തന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ടീച്ചറാവാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മളെ ടീച്ചറാക്കാൻ വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു ചിന്ത നിങ്ങളെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. ഓക്കെ, മുഴുവൻ ആളും ക്ലാസ്സിൽ എത്തിയില്ല തോന്നുന്നുണ്ട്. 19-20 ആളേ ഉള്ളൂ. ഓക്കെ, യെസ്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെൽഫ് ഇൻട്രഡക്ഷൻ മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ. ആദ്യം ഇച്ചിരി ടിപ്സുകൾ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തന്നെ നല്ല ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ക്ലാസ് റൂമിൽ പോയിട്ട് കട്ട് ബട്ട് പുട്ട് അങ്ങനെയുള്ള കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് അല്ല, പകരം നല്ല ഒഴുക്കോട് കൂടി ഒരു പക്ഷേ സായിപ്പ് സംസാരിക്കുന്ന ആ രൂപത്തിൽ തന്നെയുള്ള ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിന് വഴിയുണ്ടോ? വഴിയുണ്ട്. നമ്മുടെ കേരളത്തിൽ ആരെങ്കിലും അങ്ങനെ ഒരുങ്ങിയിട്ട് സായിപ്പിനെ പോലെ സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ട്. അതിന് ഒരുക്കമാണ് ആദ്യം ആത്മാർത്ഥമായിട്ട് വേണ്ടത്. അതിനുള്ള ചില ടിപ്സ് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളെന്തായാലും മൊബൈലിൽ 1 മാസത്തേക്ക് റീചാർജ് ചെയ്യുന്നവരാണ്, യൂട്യൂബ് കാണുന്നവരാണ്, യൂട്യൂബിൽ ഫണ്ണ് വീഡിയോസൊക്കെ റീൽസൊക്കെ കാണുന്നവരാണ്. അപ്പോൾ അത് നമുക്കൊരു മനസ്സിന് ഒരു ആനന്ദകരം എന്ന ഒരു ഇതിലപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആനന്ദം മാത്രം പോരാ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പറയുന്ന ചില യൂട്യൂബ് ചാനലുകൾ ഒന്ന് ഓപ്പൺ ചെയ്ത് അത് ഒന്ന് മനസ്സിലാക്കാൻ നന്നായിരിക്കും. ആദ്യം നമുക്ക് സായിപ്പിനെ പോലെ സംസാരിക്കാൻ നമുക്ക് സായിപ്പിനെ പോലെ സംസാരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ആ ഒരു ചോദ്യം കേട്ടോ. മൈക്ക് ക്ലാസ് സമയത്ത് ഓണാക്കാതെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മറ്റുള്ള സഹപാഠികൾക്ക് എല്ലാവർക്കും അത് ഗുണകരമാവും. ക്യാമ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ ചെയ്യാം, അത് നിങ്ങളെ ഇഷ്ടം കേട്ടോ ക്യാമ്. പക്ഷെ മൈക്ക് പരമാവധി നിങ്ങൾ ഈ സമയത്ത് ഓഫ് ചെയ്ത് വെക്കുക. കാരണം എന്താ വെച്ചാൽ മൈക്ക് ഓണാക്കുമ്പോൾ ഈ ഡൗൺലോഡിങ് അപ്ലോഡിങ് ഫയലുകൾക്ക് പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ മറ്റുള്ള ട്രെയിനീസിന് ക്ലാസ് സ്റ്റക്ക് ആവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, റേഞ്ച് കുറഞ്ഞ് വരുന്ന സ്ഥലത്തൊക്കെ പലപ്പോഴും സ്റ്റക്ക് ആവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. വീഡിയോഗ്രാഫിക്ക് അങ്ങനെ പ്രോബ്ലം വരില്ല, അത് നിങ്ങളെ ഇഷ്ടം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ സായിപ്പിനെ പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഒട്ടേറെ ആളുകൾ ഈ മേഖലയിൽ ശ്രമിച്ചിട്ട് അത് കഴിഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടത് 2 തരം ടെക്നിക്കാണ്. ഒന്നാമത്തെ ടെക്നിക്കിൻ്റെ പേരാണ് ഇമിറ്റേഷൻ. എന്താണ് ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ? ഒരാൾ പറയുന്ന കാര്യം അയാളെപ്പോലെ അനുകരിക്കുക. അതായത് അയാൾ പറയുന്ന പോലെ തന്നെ നമ്മൾ അനുകരിച്ച് കാണിക്കുക എന്നുള്ളതാണ് ഇമിറ്റേഷൻ. ഇതിന് നമ്മൾ മിമിക്രി എന്നും പറയാറുണ്ട്. ഓക്കെ, രണ്ടാമതായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഷാഡോവിങ്. ഒരാൾ പറയുമ്പോൾ തന്നെ അയാളെ കൂടെ നമ്മൾ നല്ല അടിപൊളി സ്റ്റൈലിൽ പറഞ്ഞു നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും, ഞാനൊരു ചാനലിൻ്റെ പേര് പറഞ്ഞുതരാം.
ഈ ചാനൽ ഇപ്പോൾ തന്നെ ഓണാക്കിയിട്ട് അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ ശേഷം ഉടനെ ഓണാക്കിയിട്ട് ടെൻഷൻ ആവരുത്. ഇത് ഒരു ബ്രിട്ടീഷുകാരിയായ ഒരു ലേഡിയുടെ വീഡിയോ ആണ് കേട്ടോ. അതായത് ആ വീഡിയോ കാണുകയൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അവർ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ട്രെയിനറാണ്. അവരുടെ സ്വദേശം ഓസ്ട്രേലിയയാണ്. ആള് മരണപ്പെട്ടോ, കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ മുമ്പ് മരണപ്പെട്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം പിന്നെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് ആൾ മരണപ്പെട്ടു എന്ന്. എന്തോ ആവട്ടെ. അപ്പോൾ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് അവരുടെ ചാനലിൽ വീഡിയോ ഒന്നും കയറിയിട്ടില്ല. ഏകദേശം പിന്നെ 10,000-ന് മുകളിൽ വീഡിയോസ് അവരുടെ ചാനലിലുണ്ട്. ഓക്കെ, അപ്പോൾ ചാനലിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. MMM ഇംഗ്ലീഷ്. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ബാറിൽ 3 ക്യാപിറ്റൽ M ഇടുക, 3 ക്യാപിറ്റൽ M ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഇംഗ്ലീഷിനും ടൈപ്പ് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പിന്നെ വീഡിയോയിലേക്ക് പോവുള്ളൂ. ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ കേട്ടോ. അവർ പറയുന്ന ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ ട്യൂട്ടോറിയലായിട്ട് പറയുന്ന വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കൂ. ഇത് മനസ്സിലാവുണ്ടോ നോക്കൂ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് CC ഓൺ ചെയ്യാം. സ്ക്രീനിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ അവിടെ CC എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. CC എന്ന് പറഞ്ഞാൽ സബ് ടൈറ്റിലാണ്. അപ്പോൾ ഗൂഗിള് സ്വമേധയാ സബ് ടൈറ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് തരും. അത് നിങ്ങൾക്ക് ഓണായി കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യം താഴെ ഇംഗ്ലീഷിൽ എഴുതി കാണിച്ചു തരും. അതും കൂടി ആകുമ്പോൾ ഒന്നും കൂടി മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ അവർ പറയുന്ന സ്പീഡ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റിങ്സിൽ പോയിട്ട് പ്ലേ ഓപ്ഷനിൽ സ്പീഡ് കുറക്കാം കേട്ടോ. അതിപ്പോൾ എന്നെക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ ടെക്നിക്കൽ വാക്യങ്ങളൊക്കെ പോകുന്നില്ല. അപ്പോൾ അത് ജസ്റ്റ് ആ വീഡിയോ കണ്ടു നോക്കാം. കാരണം അവരെങ്ങനെയൊക്കെയാണ് വാക്കുകൾ ഉച്ചരിക്കുന്നത് എന്നൊക്കെ നോക്കാം. ഈ ഉച്ചാരണം ടീച്ചേഴ്സിനെ സംബന്ധിച്ച്, ഇപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇംഗ്ലീഷ് ഉച്ചാരണം അത്ര നന്നാവണം എന്നില്ല. പക്ഷേ നമ്മൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ഇംഗ്ലീഷിൻ്റെ പ്രൊനൗൺസിയേഷൻ, ആക്സെൻറ്റ് വളരെ നന്നായിരിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ ഒന്ന് മനസ്സറിഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. അതായത് വെറുതെ ഇങ്ങനെ ഓരോ വാക്യങ്ങൾ വെറുതെ ഇങ്ങനെ പറയുമ്പോൾ സ്റ്റൈല് പറഞ്ഞു നോക്കാം. അപ്പോൾ നിങ്ങൾ സെൽഫ് ഇൻട്രഡക്ഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞില്ലേ, അതായത് നിങ്ങൾ ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് മോർണിംഗ് ടു യു, ഐ ആം, അങ്ങനെ പറഞ്ഞ സ്റ്റൈലിൽ ഇങ്ങനെ ഒരു ഒഴുക്കോട് കൂടിയിട്ട് പറഞ്ഞു നോക്കുന്ന സ്റ്റൈല് എല്ലാവരും കൊണ്ടുവരിക. ശരിക്കും ഇംഗ്ലീഷ് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷ് വാക്കുകൾ നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ എന്താ പറയുക വായുടെ കൂടുതൽ ആഴങ്ങളിൽ നിന്നാണ്. എനിക്ക് അങ്ങനെ പറഞ്ഞാൽ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ ഫോണറ്റിക്സിൻ്റെ ഭാഗം ഞാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് നടക്കൂല. അതുകൊണ്ടാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഐ ഹാവ് 2 ബ്രദേഴ്സ്, ഞാനത് ഒരു മലയാളി പറയുന്ന പോലെ പറഞ്ഞത് ഐ ഹാവ് 2 ബ്രദേഴ്സ്, എനിക്ക് 2 സഹോദരന്മാരുണ്ട്. എന്നാൽ ഇത് ശരിക്ക് ഇത് പറയേണ്ടതെന്ന് വെച്ചാൽ ഐ ഹാവ് 2 ബ്രദേഴ്സ്. കുറച്ചും കൂടി നമ്മളെ വയറൊക്കെ ഒന്ന് അറിയുന്ന പോലെ പറഞ്ഞു നോക്കാം. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യും, വയറിൻ്റെ അവിടെയൊക്കെ ഒരു ഇളക്കം വരുന്നതാണ്. മനസ്സിലായില്ലേ? അത് അവിടെയൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇത് ഈ സൗണ്ട് പുറത്തേക്ക് വരുന്നത്. ഐ ഹാവ് 2 ബ്രദേഴ്സ്. ഓക്കെ, ഇങ്ങനെ ഒന്ന് ആഴങ്ങളിൽ നിന്ന് പറയാനുള്ള ഒരു സ്റ്റൈല് എല്ലാവരും ഈ വാക്കുകൾ, കാരണം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ച സ്കൂളുകളിൽ ചിലപ്പോൾ ഇംഗ്ലീഷിൻ്റെ ആക്സെൻറ്റിനോ അല്ലെങ്കിൽ പിന്നെ പ്രൊനൗൺസിയേഷനോ ഇമ്പോർട്ടൻസ് കൊടുത്ത് കാണൂല. മലയാളത്തിലുള്ള നമുക്ക് മലയാള അക്ഷരം ഉപയോഗിച്ച് കൊണ്ട് ഇംഗ്ലീഷ് വാക്ക് എങ്ങനെ വായിക്കാവോ അങ്ങനെയാണ് നമ്മളെ സ്കൂളുകളിലൊക്കെ തന്നെ ഫോളോ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളിൽ ചില ആളുകളൊക്കെ തന്നെ ഹസ്ബൻഡുമാർ ഗൾഫിൽ ഖത്തറിലോ ബഹ്റൈനിലോ ദുബായിലോ സൗദിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും. അവിടെയൊക്കെ യൂറോപ്യൻസിൻ്റെ മോണ്ടിസോറി സ്കൂളുകളോ ഇംഗ്ലീഷ് സ്കൂളുകളൊക്കെ ഉണ്ട്, ഇന്റർനാഷണൽ സ്കൂളുകൾ. അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞ ഏതൊരു കുട്ടിക്കും അത്തരം പിന്നെ സ്കൂളിൽ പോയി ടീച്ചറായിട്ട് ജോലി ചെയ്യാവുന്നതാണ്. പക്ഷെ ജോലി ചെയ്യാൻ അവിടെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞൊരു കടമ്പയുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ സായിപ്പ് നമ്മോട് പറയേണ്ട കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. നമുക്ക് തിരിച്ച് അത്ര അല്ലെങ്കിലും അതിൻ്റെ അടുത്ത ഒരു സ്റ്റൈലിലെങ്കിലും പറയാൻ കഴിയണം. ഇത് രണ്ടും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അവിടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. നല്ല ഹൈ സാലറിയാണ്. അവിടുത്തെ കറൻസിയിൽ സാലറി കുറവായിരിക്കും. അത് നമ്മുടെ നാട്ടിലെ കറൻസിയിലേക്ക് മാറ്റുമ്പോൾ അത് മോർ ദാൻ 1 lakh 1 ലക്ഷം രൂപേൻ്റെ മേലൊക്കെ സാലറി വരും. ഓക്കെ, ഞാൻ അത്ര സ്കൂൾ അവസ്ഥയെ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂട്യൂബിൽ ഇങ്ങനെയുള്ള ചാനലൊക്കെ കണ്ടിട്ട് ഒന്ന് ഇംഗ്ലീഷിൻ്റെ ഉച്ചാരണമൊക്കെ ഒന്ന് ബെറ്ററാക്കി കഴിഞ്ഞാൽ അത് വലിയ പ്രയോജനമാണ്. സാമ്പത്തികമായിട്ടൊക്കെ വലിയൊരു പിന്നെ ഉണർവ് നമുക്ക് നൽകുന്ന ഒരു വലിയൊരു ബെനിഫിറ്റ് അതിൻ്റെ പിറകിൽ കിടക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, നൗ
നമുക്ക് അപ്പോൾ ഇത് എല്ലാവരും വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുക. ഇന്നും നാളെയും മറ്റന്നാളെയും കണ്ടോളൂ. അടുത്ത തിങ്കളാഴ്ച ഞാൻ എന്താണ് ഇമിറ്റേഷന്, എന്താണ് ഷാഡോവിങ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇമിറ്റേഷനും ഷാഡോവിങ്ങും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്തായാലും യൂട്യൂബ് എല്ലാവരും കാണാറുണ്ടല്ലോ. ഈ പറഞ്ഞ ഇമിറ്റേഷനും ഷാഡോവിങ്ങും പഠിക്കാൻ ആരംഭിക്കാനുള്ള ഏക പിന്നെ യോഗ്യത യൂട്യൂബ് നിങ്ങളെ മൊബൈലിൽ കിട്ടുക എന്നുള്ളത് മാത്രമാണ്. അത് കിട്ടാത്ത മൊബൈലിൽ നിന്ന് ആരെങ്കിലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് ആത്മാർത്ഥമായിട്ട് ഇത് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാൻ ഒരുങ്ങുക കേട്ടോ. കിട്ടാനുള്ളത് വലിയൊരു കാര്യമാണ്. അതാണ് നമുക്ക് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാനുള്ളത്. ഒന്ന്, നമ്മളെ കുടുംബം തന്നെ നമ്മളെ ബഹുമാനിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോവുകയാണ്. ആണ് വലിയ കാര്യം. സമൂഹം തന്നെ നമ്മളെ ബഹുമാനിക്കുന്ന അവസ്ഥയിലേക്ക് സമൂഹവും മാറിപ്പോകും. മനസ്സിലായല്ലോ? ഓക്കെ, എവിടെ പോയാലും ടീച്ചർ തന്നെയാണ്. അതും ഇപ്പോൾ മോഡേണൊക്കെ ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ ടീച്ചർമാർക്ക് കൂടുതൽ പ്രാധാന്യം കൂടി വരികയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്കുള്ളതാണ് എന്ന് കരുതിയിട്ട് ആത്മാർത്ഥമായിട്ട് ഒരുങ്ങാന്നുള്ളതാണ്. ഓക്കെ, നാവ് അപ്പം ഇനിയിപ്പോൾ നിങ്ങൾ ഉച്ചരിക്കുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, എങ്ങനെയാണോ സായിപ്പ് ഓരോ വാക്കും പറയുന്നത് അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിതുവരെ ടുഡേ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചതാണ്. എന്നാൽ ടുഡേ എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്നും അത് ടുഡേ എന്ന് ആവണം എന്നുള്ളത് അത് നമ്മൾ തിരിച്ചറിയണം. മനസ്സിലായില്ലേ? ടുഡേ അല്ല ടുഡേ, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എല്ലാ വാക്കുകൾക്കും ഉണ്ട് ഈ ഒരു പ്രത്യേകത. അത് നമ്മൾ തിരിച്ചറിയണം. ഓക്കെ കേട്ടോ. അത് ഒരു ദിവസം കൊണ്ടൊന്നും അങ്ങനെ അറിയാൻ പറ്റൂല. എന്നും കുറേശ്ശെ ഇങ്ങനെ പരിശ്രമിക്കുമ്പോൾ ഒരു 3-4 മാസം കൊണ്ട് നമ്മൾ അറിയാത്തനുണ്ട് വരിക കഴിവ്. ഓക്കെ, എന്നും പരിശ്രമം വേണം. യെസ്. അപ്പോൾ നമ്മൾ ഹൗ ടു കൺവേർട്ട് അവർ ഐഡിയ ഇൻ ടു ഇംഗ്ലീഷ്, ഒരു വലിയ ടോപ്പിക്കാണിത്. അതായത് നിങ്ങളെ മനസ്സിലുള്ള ആശയങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് പകർത്താം. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഏതൊരു കുട്ടിക്കും ഉണ്ടായിരിക്കേണ്ട കഴിവ് അതുതന്നെയാണ്. മനസ്സിലായല്ലോ? ഓക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ മറ്റൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അതായത് ഇപ്പോൾ കുറേയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ ചില ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളത്. പക്ഷെ അത്തരം ഒരു കോഴ്സിന് പോയിട്ട് ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ ക്ലാസ്സൊക്കെ എടുക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഇംഗ്ലീഷ് കൃത്യമായി ഒരു ടീച്ചറെ സംബന്ധിച്ച് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ അത് പോരാ. ഇംഗ്ലീഷിൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് പഠിക്കണം. മനസ്സിലായല്ലോ? ടെക്നിക്ക് കൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പോൾ കോവളത്ത് കപ്പലണ്ടി വിറ്റ് നടക്കുന്ന ഒരു 14 വയസ്സുകാരനായ പയ്യൻ 2-3 മാസം അവൻ അവിടെ നടന്നാൽ മതി. അവൻ നല്ല ഇംഗ്ലീഷ് സംസാരിക്കും. പക്ഷെ അവനെ കൊടുന്നുകൊണ്ട് നമുക്കൊരു LKG UKG ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പറ്റുമോ? കഴിയില്ല. മനസ്സിലായല്ലോ? അവനോട് പറയുകയാണ് നമ്മൾ, ഞാനൊരു ടോപ്പിക്ക് പറയാം, ടോപ്പിക്കിനെ കുറിച്ച് ഒരു 2 മിനിറ്റ് നിനക്ക് സംസാരിക്കാൻ പറ്റുമോ? കഴിയൂല. കാരണം അത്ര ആളുകൾക്ക് എന്ത് ചെയ്യണം, അവരോട് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കണം, ആൻസർ ഇങ്ങോട്ട് പറയാൻ പോകണം. എനിക്ക് ഓർമ്മ വരുന്നത് മലയാള സിനിമയിലെ പഴയൊരു സിനിമയാണ് കേട്ടോ. ഞാൻ സിനിമനെ കാണുന്ന ആളൊന്നുമല്ല, ഈ സന്ദർഭം വ്യക്തമാക്കി തരാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഒരു സ്കൂളിൽ ബാൻഡ് മേളം പഠിപ്പിക്കാൻ വേണ്ടി ഒരു ടീച്ചറെ ആവശ്യമായിട്ട് വരും. അങ്ങനെ ടീച്ചർ തപ്പാൻ വേണ്ടി പോയ ആ സ്കൂളിലെ മറ്റു അധ്യാപകർ അവസാനം ഒരാളെ കണ്ടെത്തും. അയാൾ ഈ എന്താ പറയുക, ഈ നാൽക്കവലയിലും മറ്റുമൊക്കെ, അതായത് ആൾക്കാർ കൂടി നിൽക്കുന്ന ഭാഗത്തൊക്കെ ഹാർമോണിയവും മറ്റുമൊക്കെ വായിച്ച് അങ്ങനെ കാശുണ്ടാക്കുന്ന ആളാണ്. അങ്ങനെ അയാൾ ഈ സ്കൂളിലേക്ക് വരും, ഈ കുട്ടികളെ ബാൻഡ് മേളം അല്ലെങ്കിൽ അത് പഠിപ്പിക്കാനായിട്ട്. പക്ഷെ അയാൾ എന്ത് ചെയ്യും, അയാൾക്ക് ഇത് വേണ്ട പോലെ വായിക്കാൻ പറ്റില്ല. അപ്പോൾ അയാൾ ആ കുട്ടികളെ മുമ്പിൽ ചമ്മറം പടിഞ്ഞിരിക്കും. ചമ്മറം പടിഞ്ഞിരുന്നാലേ മൂപ്പർക്ക് ഈ സാധനം വരുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾക്ക് അങ്ങനെയുള്ള ഇംഗ്ലീഷ് അല്ല നമുക്ക് വേണ്ടത്. നമ്മളോട് ആരെന്ത് ചോദിച്ചാലും കൃത്യമായിട്ട്, നമ്മൾ ടീച്ചറാണ്, അപ്പോൾ ടീച്ചർമാരെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്ന ആൻസർ അറിയാലോ കേട്ടോ. അതുപോലെ തന്നെ ആൻസർ പറഞ്ഞ് പഠിക്കുകയും വേണം. ഓക്കെ, ഹൗ ടു കൺവേ അവർ ഐഡിയ ഇൻ ടു ഇംഗ്ലീഷ്, നമ്മുടെ ആശയം എങ്ങനെ ഇംഗ്ലീഷിലേക്ക് പകർത്താം. ഇതാണ് നമ്മുടെ ഇന്നത്തെ സംസാര വിഷയം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്നും ഇത് തന്നെയാണ് വരിക. ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ടാവും. ഞാൻ നിങ്ങളെടുത്തൊരു സിമ്പിളായ ഒരു കാര്യം പറയുകയാണ്. നമ്മൾക്ക് ഒരാളോട് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ, ഒരാളോട് ഇംഗ്ലീഷ് പറയണമെങ്കിൽ നമ്മൾ ആദ്യം ഒന്നുകിൽ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയും, അല്ലേ? അപ്പോൾ നിങ്ങളോട് ഒരാൾ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, നീ വീട്ടിൽ നിന്ന് വരികയാണോ? നിങ്ങളോട് നിങ്ങളെ കൂട്ടുകാർ ചോദിക്കുകയാണ്, നീ വീട്ടിൽ നിന്ന് വരികയാണോ? അപ്പോൾ നിങ്ങളെ ആൻസർ എന്തായിരിക്കും?
നിങ്ങൾ അതെ ഞാൻ വീട്ടിൽ നിന്ന് വരികയാണ്, അതെ ഞാൻ വീട്ടിൽ നിന്ന് വരികയാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. അതേസമയം നിങ്ങൾ പറയുകയാണ് അല്ല ഞാൻ വീട്ടിൽ നിന്ന് വരികയല്ല എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവായിട്ടുള്ള സെൻറ്റൻസ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ആളുകൾ ഈ രണ്ട് വാക്യങ്ങളെക്കുറിച്ചൊരു പരിചയം വേണം. പോസിറ്റീവായിട്ടുള്ള വാക്യങ്ങളും നെഗറ്റീവായിട്ടുള്ള വാക്യങ്ങളും, പോസിറ്റീവായിട്ടുള്ള വാക്യങ്ങളും നെഗറ്റീവായിട്ടുള്ള വാക്യങ്ങളും. അപ്പം നിങ്ങളുടെ മദറിൻ്റെ അടുത്ത് പോയിട്ട് മദറിനോട് പറയാണ് ഐ ലൈക്ക് യു, ഐ ലൈക്ക് യു, മച്ചിയെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഐ ലൈക്ക് യു. ഈ ഐ ലൈക്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് നിങ്ങളെ ബ്രദറുമായിട്ട് വഴക്കിട്ടുകൊണ്ട് നിങ്ങൾ പറയാണ്, ബ്രദറോട് പറയാണ് ഐ ഡോണ്ട് ലൈക്ക് യു, ഐ ഡോണ്ട് ലൈക്ക് യു. അത് നെഗറ്റീവായ ഒരു സെൻറ്റൻസാണ്. കണ്ടോ? അപ്പം ഒരു മനുഷ്യൻ അവൻ്റെ മനസ്സിലുള്ള കാര്യം പുറത്തേക്ക് പറയാൻ വേണ്ടി ഈ രണ്ട് തരം വാക്യങ്ങൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഒന്നുകിൽ പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസ് പറയും, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള സെൻറ്റൻസ് പറയും. ഈ നെഗറ്റീവായിട്ടുള്ള സെൻറ്റൻസിനെ വേഗം തിരിച്ചറിയാം, കാരണം അതിൽ നോട്ട് ഉണ്ടായിരിക്കും. നോട്ട് NOT എന്ന വേർഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ NOT എന്ന വേർഡിൻ്റെ സഹോദരിമാരൊക്കെ ആയിട്ട് കുറേ വാക്കുകൾ വേറെ ഉണ്ട്. NO നോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സഹോദരിയാണ്. പിന്നെ നത്തിങ് NOTHING, നത്തിങ് അതിൻ്റെ വേറൊരു സഹോദരിയാണ്. അങ്ങനെയുള്ള വാക്കുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള കാര്യം പറഞ്ഞെങ്കിൽ അത് ഉള്ള കാര്യം, നടക്കുന്ന കാര്യം, നടക്കാൻ പോകുന്ന കാര്യം, നടന്ന കാര്യം, അങ്ങനെ ഉള്ള കാര്യമൊക്കെ പോസിറ്റീവായിരിക്കും. നടന്നില്ല, നടക്കാൻ പോകണില്ല, നടക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ അത് നെഗറ്റീവായിരിക്കും. അതാണ് ആദ്യം അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വാക്യം എടുക്കാം. നമ്മൾ ഉമ്മച്ചിയോട് പറഞ്ഞ വാക്യം, നമ്മുടെ അമ്മച്ചിയോട് നമ്മൾ പറഞ്ഞ വാക്യം ഐ ലൈക്ക് യു, ഐ ലൈക്ക് യു, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഐ ഡോണ്ട് ലൈക്ക് യു. ഈ ഡോണ്ട് ഇവിടുന്ന് വന്നത് നമുക്കറിയാം. സാധാരണ ഐ ലൈക്ക് യു എന്ന് പറയുന്ന ആ സ്ട്രക്ചറിൽ ലൈക്ക് എന്ന വെർബിൻ്റെ, ലൈക്ക് എന്നത് വെർബാണ്, അതിൻ്റെ ഒരു പ്രസൻറ്റ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ പ്രസൻറ്റ് ഫോം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും അവിടെ പിന്നെ ഐ ഒക്കെ ആണെങ്കിൽ അവിടെ ഒരു ഓക്സിലറി വെർബ് ഉണ്ടായിരിക്കണം. ആ ഓക്സിലറി വെർബ് ഡു ആണ്. കാരണം ഈ ഓക്സിലറി വെർബ് എന്ന് പറയുന്ന വെർബിൻ്റെ കൂടെ മാത്രമേ നമ്മൾ നോട്ട് ചേർക്കാൻ പാടുള്ളൂ. അല്ലാതെ ഐ നോട്ട് ലൈക്ക് യു, ഐ നോട്ട് ലൈക്ക് യു എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, അങ്ങനെ ആവൂല. അത് മംഗ്ലീഷാണ്, ഒപ്പിക്കൽ ഇംഗ്ലീഷാണ്. മനസ്സിലായില്ലേ? ശരിക്കും പറയേണ്ടത് എങ്ങനെയാണ്? ഐ ഡു നോട്ട് ലൈക്ക് യു എന്നതിന് ചുരുക്കം. ഈ ഡു നോട്ട് പലപ്പോഴും അങ്ങോട്ട് ചുരുങ്ങും, എന്നിട്ട് ഡോണ്ട് ആയിട്ട് മാറും. അത് ഡോണ്ട് എന്ന് പറഞ്ഞ് പൊട്ടിക്കണ്ട, പകരം ഐ ഡോണ്ട് ലൈക്ക് യു, ഐ ഡോണ്ട് ലൈക്ക് യു, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഐ ഡോണ്ട് ഹെയ്റ്റ് യു, എനിക്ക് നിങ്ങളോട് വെറുപ്പില്ല. ഐ ഡോണ്ട് ടെൽ യു, ഞാൻ നിങ്ങളോട് പറയൂല. ഐ ഡോണ്ട് സ്പീക്ക് യു, ഞാൻ നിങ്ങളോട് സംസാരിക്കൂല, മിണ്ടൂല. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നെഗറ്റീവ് ഉണ്ടാക്കാം, പോസിറ്റീവ് ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇത്തരം വാക്യം മാത്രം അറിഞ്ഞാൽ പോരാ. ഒരാളോട് നമുക്ക് ചോദ്യം ചോദിക്കണമെങ്കിൽ, കാരണം സംസാരം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അന്യോന്യം, അതായത് ഒരാൾ മറ്റൊരാളോട് അങ്ങോട്ട് ചോദ്യം ചോദിക്കും, മറ്റൊരാൾ ഇയാളെടുത്ത് എന്ത് ചെയ്യും? അതിൻ്റെ ഉത്തരം റീപ്ലൈ പറയുകയും ചെയ്യും. അപ്പോൾ ഈ ചോദ്യങ്ങളും ആസ്കിങ് ക്വസ്റ്റ്യൻസും റീപ്ലേയും ഉണ്ടാകുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത്. മനസ്സിലായില്ല? അല്ലാതെ ഇപ്പോൾ നിങ്ങളൊന്നും മിണ്ടണില്ല, വേറൊരാൾ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കണില്ല. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങളും കൂടി മിണ്ടുമ്പോഴേ അത് നിങ്ങൾ ജസ്റ്റ് ഇനി മിണ്ടുന്നില്ലെങ്കിലും നിങ്ങളത് കേട്ടതിന് തുല്യം നിങ്ങൾ ഒന്നുകൂടി ഹാ, യെസ്, ഓ എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള ചില ആക്ഷനെങ്കിലും ജസ്റ്റർ എന്ന് പറയും, ആംഗ്യങ്ങളെങ്കിലും കാണിക്കണം, എങ്കിലേ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് പൂർത്തിയാവുള്ളൂ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ നിങ്ങൾക്കറിയാലോ, ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതി വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ചോദ്യങ്ങളെക്കുറിച്ചാണ്. ചോദ്യങ്ങൾ പ്രധാനമായിട്ടും 2 തരം ചോദ്യങ്ങൾ ഇംഗ്ലീഷിലുണ്ട്. ഇന്നത്തെ ക്ലാസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് വേണ്ട ലെക്ചർ നോട്ടും കാര്യമൊക്കെ എഴുതി വെച്ചോളുകൊണ്ട് റെക്കോർഡിംഗ് ഉണ്ട്, രാവിലെ ലിങ്ക് കിട്ടും, യൂട്യൂബ് വീഡിയോ സൗകര്യം പോലെ എപ്പോഴും ഇരുന്ന് കാണാം കേട്ടോ. ഓക്കെ, ബുദ്ധിമുട്ട് വരില്ല. നമ്മളൊക്കെ ഈ കോഴ്സിൻ്റെ പ്രത്യേകത അതാണ്. കാരണം നിങ്ങളുടെ സൗകര്യം, നിങ്ങളുടെ കംഫർട്ട് നോക്കിയിട്ടാണ്
പരമാവധി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി യൂട്യൂബ് വീഡിയോയും കിട്ടുന്നില്ല, യൂട്യൂബ് പ്ലേ ചെയ്യണില്ല എന്ന് പറയരുത് കേട്ടോ. കാരണം യൂട്യൂബ് പ്ലേ ചെയ്യാത്ത മൊബൈലുകളില്ല, റേഞ്ച് ഉണ്ടായാൽ മതി. ഓക്കെ, യെസ്. ഇനി റേഞ്ച് കിട്ടാത്ത ആളുകൾ ഇനി ക്ലാസ് നമ്മൾ മെയിൻ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്ത ശേഷം എന്നെ പേഴ്സണലായി കോൺടാക്ട് ചെയ്യുകൊണ്ടു. റേഞ്ചിൻ്റെ ഇഷ്യൂ വരികയാണെങ്കിൽ അത് തീർക്കാനുള്ള വഴികൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ജനറലായിട്ട് പറയാത്ത കാരണം ഇപ്പം അങ്ങനെ വരുന്നില്ല. ഇപ്പോൾ ഒരുവിധം എല്ലായിടത്തും അത്യാവശ്യം എല്ലാ നെറ്റ്വർക്കുകൾക്കും റേഞ്ച് ഉണ്ട്, ഒരുവിധം റേഞ്ച് ഉണ്ട്. ഓക്കെ, ക്ലാസ്സൊക്കെ കേൾക്കാനുള്ള റേഞ്ച് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് 2 തരം ക്വസ്റ്റ്യൻ ഉണ്ട് പറഞ്ഞു. അതിൽ പെട്ട ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. എന്താണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ? അപ്പോൾ ഈ ഓർഡർ നിങ്ങളെ മനസ്സിൽ വേണം. ഞാൻ ആദ്യം പഠിപ്പിച്ചത് പോസിറ്റീവ് സെന്റൻസിനെ ആയിരുന്നു, രണ്ടാമത് പഠിപ്പിച്ചത് നെഗറ്റീവ് സെന്റൻസിനെ ആയിരുന്നു. ഇനി പഠിപ്പിക്കാൻ പോകുന്ന ചോദ്യങ്ങളെയാണ്. ചോദ്യങ്ങളിൽ ഞാൻ പറഞ്ഞു തന്നു 2 തരം ചോദ്യങ്ങൾ ഉണ്ടെന്ന്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്തരം ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എല്ലായ്പ്പോഴും യെസ് എന്നോ അല്ലെങ്കിൽ നോ എന്നോ ആയിരിക്കും. അപ്പോൾ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, നീ വീട്ടിൽ നിന്ന് വരികയാണോ അല്ലേ? അപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് വരികയാണ്, നിങ്ങൾ പറയും യെസ് എന്നൊന്നും, അല്ലെങ്കിൽ മലയാളത്തിൽ അതേ ഒന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്നൊക്കെ പറയൂ അല്ലേ? ഇനി അങ്ങനെ വീട്ടിൽ നിന്ന് വരിക അല്ലെങ്കിൽ നിങ്ങൾ പറയും ഏഹേ അല്ലേ? അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതേ അല്ല എന്ന ഉത്തരം അല്ലെങ്കിലും നമ്മൾ ഉത്തരം പറയുന്നുണ്ട് അല്ലേ? ആഹാ ഏഹേ ക്വസ്റ്റ്യൻസ് എന്ന് ചില ആൾക്കാർ അങ്ങനെ പറയാറുണ്ട്. ഒന്നുകിൽ ആഹാ എന്ന് പറയും, അല്ലെങ്കിൽ ഏഹേ എന്ന് പറയും. രണ്ടായാലും യെസ് ഓർ നോ ആണ്. ഓക്കെ, അപ്പോൾ യെസ് ഓർ നോ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി യെസ് ഓർ നോ ചോദ്യങ്ങളിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്. അതാണ്, ചോദ്യങ്ങൾ 2 തരം ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തെ ഗ്രൂപ്പാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ആ യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ തന്നെ 2 കാറ്റഗറി വേറെ വരുന്നുണ്ട്. അതായത് പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യനും ഉണ്ട്, നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യനും ഉണ്ട്. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ കാര്യം നല്ലോണം ശ്രദ്ധിക്കണം. പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യനും ഉണ്ട്, നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യനും ഉണ്ട്. ഇപ്പോൾ നിങ്ങളെ കൂട്ടുകാരോട് ചോദിക്കുകയാണ്, അല്ലടി നീ ഷോപ്പിങ്ങിന് പോവുകയാണോ? നീ ഷോപ്പിങ്ങിന് പോവുകയാണോ? അപ്പോൾ നീ ഷോപ്പിങ്ങിന് പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു പോസിറ്റീവ് ആയ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്, അല്ല നീ ഷോപ്പിങ്ങിന് പോവുകയല്ലേ? നീ ഷോപ്പിങ്ങിന് പോവുകയല്ലേ? അപ്പം നീ ഷോപ്പിങ്ങിന് പോവുകയല്ലേ? അങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾ നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അതായത് അല്ല ഇല്ല എന്നീ വാക്കുകളുടെ ഇംഗ്ലീഷായ നോട്ട് ചേരുമ്പോഴാണ് ഈ നെഗറ്റീവ് എന്ന സംഭവം തന്നെ ഉണ്ടാവേണ്ടത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറഞ്ഞത് സംഭവം ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ തന്നെ പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യനും ഉണ്ട്, നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യനും ഉണ്ട്. ഇനി നമ്മൾ പഠിച്ച വാക്യങ്ങളെ 4 വാക്യങ്ങളാണ് ഇപ്പോൾ പരിചയപ്പെട്ടത്. 4 നമുക്കൊന്ന് ഓർഡർ അനുസരിച്ച് പേര് പറഞ്ഞു നോക്കാം. ഒന്നാമത്തത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച വാക്യമാണ് പോസിറ്റീവ് സെന്റൻസ്. രണ്ടാമതായി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ് നെഗറ്റീവ് സെന്റൻസ്. മൂന്നാമതായി ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞു പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. 4മതായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ ഇത് നിങ്ങൾക്ക് പഠിയെന്നെ വേണം. ഞാൻ ഒന്നുകൂടി പറയാം, പോസിറ്റീവ് സെന്റൻസ്, നെഗറ്റീവ് സെന്റൻസ്, പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. വൺസ് അഗെയിൻ ഒന്നുകൂടി പറയാം, പോസിറ്റീവ് സെന്റൻസ്, നെഗറ്റീവ് സെന്റൻസ്, പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഒരുവിധം ക്ലിയർ ആയോ? ആയെങ്കിൽ ഒരു തമ്പിമ്പ്രഷം ഇട്ടോളൂ. ആയെങ്കിൽ മാത്രം. റെഡി ആയോ? പിന്നെ റെഡി ആവാതെ ആയി എന്ന് പറയില്ല കേട്ടോ. കാരണം നമ്മൾ ജീവൻ കൊണ്ടുള്ള കളിയാണ്. ഓക്കെ, യെസ്. അപ്പോൾ പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യനും നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യനും അവസാനം പഠിച്ചു അല്ലേ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ വാക്യം തന്നെ ഈ 4 ആക്കി മാറ്റാൻ നോക്കാം. നിങ്ങളെ ഉമ്മച്ചിയെ മനസ്സിൽ കാണാം. കാരണം ഉമ്മാനെ മനസ്സിൽ കാണുമ്പോൾ അല്ലെങ്കിൽ അമ്മയെ മനസ്സിൽ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഉമ്മമാർ മരണപ്പെട്ടു പോയ ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ ഈ സമയത്ത് ഒന്ന് കംഫർട്ട് ആവുക കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ മദർ മരിച്ചകണേ. അപ്പോൾ എനിക്ക് ഉമ്മ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, എൻ്റെ മദറിന് ഓർമ്മ വരും. ഓക്കെ, എൻ്റെ മരിച്ചിട്ട് കുറേ വർഷമായി, പക്ഷെ എങ്കിലും
ഉമ്മ കൂടെ ഇല്ലാതെ ആകുമ്പോഴുള്ള ആ ഒറ്റപ്പെടൽ ഞാൻ ശരിക്കും അനുഭവിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മുഖത്ത് ചിരിയാണെങ്കിലും മനസ്സിലെ ഫീലിംഗ് വേറെയാണ്. അപ്പോൾ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് ഐ ലൈക്ക് യു, നമ്മൾ ഉമ്മനെ മനസ്സിൽ കണ്ടോളൂ. ഇനി ഉമ്മ ഇല്ലാത്തൊരു ഉപ്പനെ മനസ്സിൽ കണ്ടോളൂ. എനിക്ക് രണ്ടാളും ഇല്ല. ഓക്കെ, എനിക്ക് രണ്ടാളും ഇല്ല. രണ്ടാൾക്കും എന്നോട് വലിയ ഇഷ്ടമായിരുന്നു എന്നുള്ളത് അവരുടെ അവസാന സമയം വ്യക്തമാക്കുക. രണ്ടാളും എൻ്റെ കയ്യിൽ കിടന്നുകൊണ്ടാണ് മരണപ്പെട്ടത്. അത് വേറെ കാര്യം. അപ്പോൾ അവിടെ നിൽക്കട്ടെ, നമ്മളെ ഹിസ്റ്ററി പറയാനുള്ളതല്ലോ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഐ ലൈക്ക് യു, ഐ ലൈക്ക് യു അത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഐ ഡോണ്ട് ലൈക്ക് യു അത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഇനി ഞാൻ ചോദിക്കുകയാണ്, എന്ത്, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് മീ? ഡു യു ലൈക്ക് മീ? കണ്ടോ, അവിടെ ഞാൻ ഡു എന്ന വാക്ക് ആദ്യം കൊണ്ടുവന്നു. ഈ ഡു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒക്കെ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബാണ്. ഡു യു ലൈക്ക് മീ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് മീ? ഇതാണ് പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ അല്ല ഇപ്പോഴും നമുക്ക് ഇഷ്ടമാണെങ്കിൽ യെസ് ഐ ഡു എന്ന് പറഞ്ഞാൽ മതി, ഇഷ്ടമല്ലെങ്കിൽ നോ ഐ ഡോണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി വേണമെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ഫോൺ വിളിക്കുമ്പോൾ വിളിച്ച് ചോദിച്ചോളൂ, ഡു യു ലൈക്ക് മീ? മോശമാക്കണ്ട. ഓക്കെ, എൻ്റെ ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് മുമ്പേനെ എൻ്റെ അത്ര സുഹൃത്താണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ദിവസം കുറേ കാലം മുമ്പാണ്, ഒരു 15 വർഷം മുമ്പാണ്, എൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, അല്ല സാറേ, ഇനിയിപ്പോൾ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കൽ നിർബന്ധമായിക്കണമെന്ന് പറഞ്ഞു. അപ്പം മൂപ്പരെ കല്യാണം അങ്ങനെ ഉറച്ചുകൊണ്ടിരിക്കണം ആ സമയത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് കാര്യം പറയുക പറഞ്ഞു. അവരോട് പറഞ്ഞു, അല്ല ഞാൻ ഒരാളെ പോയി കണ്ടു, പിന്നെ അവർക്ക് എന്നെയും എനിക്ക് അവരെയും ഇഷ്ടപ്പെട്ടു, കുടുംബങ്ങളും ഇഷ്ടപ്പെട്ടു, അന്വേഷണമൊക്കെ പൂർത്തിയായി, പക്ഷെ നിക്കാഹ് ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ആ രഹസ്യം ഞാൻ മനസ്സിലാക്കിയത്. അവൾ MA ഇംഗ്ലീഷ് കഴിഞ്ഞതാണ്, അവൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷ് നന്നായി സംസാരിക്കും. അപ്പോൾ എനിക്ക് ഇനി ഇംഗ്ലീഷ് സംസാരിക്കാതെ പിടിച്ചിക്കാൻ പറ്റില്ല. അപ്പോൾ സാർ എന്ത് വന്നാലും വേണ്ടില്ല, 2 മാസം വരെ ഗ്യാപ്പുണ്ട് കല്യാണത്തിന്, അതുകൊണ്ട് 2 മാസം കൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് സംസാരിപ്പിച്ച് തരണം, പഠിപ്പിച്ച് തരണം എന്ന് പറയുന്നത് എന്നെ അടുത്ത് കാണാൻ വന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പഠിക്കണ്ട, കല്യാണത്തിന് ശേഷം നിങ്ങൾ അവരുമായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചോളൂ. സംസാരിക്കുക ഒരാളുടെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. അതാണ് ഈ ഇംഗ്ലീഷ് സംസാരം എന്ന് പറഞ്ഞാൽ സംസാരിച്ച് പഠിക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇക്കയോടൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കട്ടോ. ഓക്കെ, അത് നല്ലൊരു ക്വാളിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഡു യു ലൈക്ക് മീ ആൻഡ് ഡു യു ഹെയ്റ്റ് മീ. എന്താ ഡു യു ഹെയ്റ്റ് മീ എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് എന്നോട് വെറുപ്പാണോ? ഇത് ചോദിക്കാൻ പോണ്ട. ഓക്കെ, അത് ആദ്യം പറഞ്ഞുതരാം. ഇനി ഡു യു കോൾ മീ, നിങ്ങൾ എന്നെ വിളിക്കുന്നോ? നിങ്ങൾ എന്നെ വിളിക്കുന്നുണ്ടോ? ഡു യു കോൾ മീ? ഡു യു ഈറ്റ് ബനാന, നിങ്ങൾ ബനാന കഴിക്കുന്നുണ്ടോ? ഡു യു ഡ്രിങ്ക് ടീ, നിങ്ങൾ ചായ കുടിക്കുന്നുണ്ടോ? കണ്ടോ, എത്ര യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക, അടിപൊളിയായിട്ട്. ഇതിൻ്റെ ഒക്കെ ആൻസർ ഉണ്ടെങ്കിൽ യെസ് ഐ ഡു എന്നും ഇല്ലെങ്കിൽ നോ ഐ ഡോണ്ട് എന്നുമാണ് വരേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? ക്ലാസ്സുകൾ ക്ലിയർ ആവുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ നമ്മുടെ ക്ലാസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം കേട്ടോ. അപ്പോൾ ഡു യു കണ്ടോ. ഇനി ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസ് ഉദാഹരണ സഹിതം പഠിച്ചു, നെഗറ്റീവ് സെൻറ്റൻസ് ഉദാഹരണ സഹിതം പഠിച്ചു, പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉദാഹരണ സഹിതം പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പഠിക്കാൻ പോവുകയാണ്. നമ്മൾ ഡൂക്ക് പകരം ഡോണ്ട് എന്ന വാക്ക് ആരംഭത്തിൽ പറയാൻ കരുതിക്കോളൂ. ഡോണ്ട് യു ലൈക്ക് മീ. ഇപ്പോൾ ഡു യു ലൈക്ക് മീക്ക് പകരം ഡോണ്ട് യു ലൈക്ക് മീ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലേ? ഡോണ്ട് യു ലൈക്ക് മീ, ഡോണ്ട് യു ലൈക്ക് മീ. കണ്ടോ, എത്ര ഈസിയാണ് ഈ കാര്യങ്ങൾ. ഡോണ്ട് യു ലൈക്ക് മീ, ഡോണ്ട് മനസ്സിലായില്ലേ? ഡു നോട്ട് ചുരുങ്ങിയ ഫോമാണ് ഡോണ്ട്. ഡോണ്ട് എന്ന് പറയാറില്ല, ഡോൺ യു ലൈക്ക് മീ. ഓക്കെ, യെസ്, കണ്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യനും പറയാൻ പഠിച്ചു. പിന്നെ നിങ്ങളെല്ലാവരും ഇന്ന് ക്ലാസ് കഴിഞ്ഞ ശേഷം ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ പോകേണ്ട മുമ്പായിട്ട് ഇതിങ്ങനെ നിങ്ങൾ ഇതൊന്നും വേണ്ട, നമുക്ക് പിന്നെ ഒഴിഞ്ഞ വായുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞു നോക്കുക. ഇതിന് പറയാറുണ്ട് മൗത്ത് ജിംനാസ്റ്റിക്സ് എന്ന് പറഞ്ഞ് വായ കൊണ്ട് ജിം എടുക്കല്ല കേട്ടോ. അങ്ങനെ വിചാരിക്കണ്ട. സിമ്പിളായിട്ട് ഇങ്ങനെ നമ്മളെ വായക്ക് പണി കൊടുക്കുക, ഇംഗ്ലീഷ് പറയുക, അതന്നെ പരിപാടി. അതിൽ എന്ത് ക്ലിയർ ആവാത്തതും ആണ്ട് ക്ലിയർ ആവും.
ഓക്കെ, ആദ്യം കോൺഫിഡൻസ് വേണം. എന്നെക്കൊണ്ട് ഇതൊന്നും നടക്കൂല, എനിക്ക് ഇംഗ്ലീഷുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പഠിക്കുന്ന കാലത്ത് തന്നെ ഇംഗ്ലീഷ് എൻ്റെ ബലികേറാമലയായിരുന്നു. ഇംഗ്ലീഷിൽ ഞാൻ ഒരുപാട് പല ആൾക്കാരെയും ശകാരം കേട്ടതാണ് എന്നൊക്കെ വിചാരിച്ച് സ്വയം മാറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല. മനസ്സിലായല്ലോ? നമ്മൾ ഒന്ന് രംഗത്തേക്ക് ഇറങ്ങി വരിക. ഓക്കെ, ഞാൻ മഹാനായ അലക്സാണ്ടർ അദ്ദേഹത്തിൻ്റെ മെന്ററായ അരിസ്റ്റോട്ടലിനോട് ചോദിച്ച ആ ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടി പറയുകയാണ്. അലക്സാണ്ടർ ലോകം കീഴടക്കാൻ ഒരുങ്ങി പുറപ്പെട്ട ഏറ്റവും വലിയ ചക്രവർത്തിയാണ്. അവസാനം യൂറോപ്പിന്റെ മിക്ക ഭാഗങ്ങളും കീഴടക്കി ഏഷ്യ മൈനറും കടന്ന് അഫ്ഗാനിസ്ഥാനും കടന്ന് വടക്കേ ഇന്ത്യയിലെ കാശ്മീരിന്റെ അടുത്ത് വരെ അദ്ദേഹം എത്തിച്ചേർന്നു. അവിടെ പോറസ് എന്ന രാജാവിനോടേറ്റ പരാജയം അല്ലേ, അതാണ് അലക്സാണ്ടറിനെ തിരിച്ചു ഓടിച്ചത്. അലക്സാണ്ടർ ചോദിച്ചിരുന്നു തന്റെ മെന്ററായ അരിസ്റ്റോട്ടലിനോട്, അല്ല പ്രഭു, എനിക്ക് ലോകം കീഴടക്കാനുള്ള ആഗ്രഹമുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മെന്ററായിട്ടുള്ള അരിസ്റ്റോട്ടിൽ പറഞ്ഞ മറുപടി എന്താണ്? താങ്കൾ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുക. എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ, താങ്കൾക്ക് വിജയം കൈവരിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ, യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുക. എനിക്കും നിങ്ങളോട് അതേ പറയാനുള്ളൂ. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന, ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കുന്ന നല്ല ഒരു മോണ്ടിസോറി പ്രീ പ്രൈമറി അറബിക് TTC ടീച്ചറാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരൊറ്റ കാര്യമുള്ളൂ, ഒരുങ്ങുക, ഇതിലേക്ക് ഇറങ്ങുക. ഇനി ഒരുങ്ങെന്ന് പറഞ്ഞാൽ ഇന്നെ ക്ലാസ് കഴിഞ്ഞ ശേഷം സാർ ഒരുങ്ങാൻ പറഞ്ഞേക്കണേ, കുറച്ച് പൗഡറൊക്കെ ഇട്ടുകാണ്ട് ആ ഒരുക്കല്ല ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, നമ്മൾ ഇതിലേക്കാണ്ട് നമ്മൾ പറയില്ലേ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുക എന്ന് പറയില്ലേ, അങ്ങനെ ഇറങ്ങുക, അതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, അപ്പോൾ നമുക്കിനി 2 വാക്യം പാടെ പഠിക്കാനുണ്ട്. അതും കൂടി ഇന്ന് പറയുന്നതോട് കൂടി ഇന്നത്തെ ക്ലാസ് നമുക്ക് ഒരുപാട് കാര്യം ഒരു ക്ലാസ്സിൽ എടുക്കൂല, കുറച്ച് കാര്യങ്ങളെ പറയുള്ളൂ, കാരണം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയണമല്ലോ അല്ലേ. അപ്പോൾ 4 വാക്യം എല്ലാവർക്കും ഓക്കെ അല്ലേ? 4 പേരൊക്കെ കാണാതെ അറിയാലോ അല്ലേ? പോസിറ്റീവ് സെന്റൻസ്, നെഗറ്റീവ് സെന്റൻസ്, പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. എല്ലാവർക്കും ക്ലിയർ ആണോ? ഏറ്റവും പുറകിലിരിക്കുന്ന നമ്മുടെ ഈ ക്ലാസ്സിൽ ഏറ്റവും പുറകിലിരിക്കുന്ന ഒരു നീല ചുരിദാർ ധരിച്ചിരിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടല്ലോ, എന്താ അവരുടെ പേര്? എനിക്ക് ഓർമ്മയില്ല. ടീച്ചർക്ക് മനസ്സിലായില്ല തോന്നുന്നുണ്ട്. ഞാൻ ഒന്നും കൂടി പറയാം. പോസിറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ ഐ ലൈക്ക് യു. നിങ്ങൾ ഉമ്മച്ചിനോട് പറയുന്നത് അല്ലെങ്കിൽ ഉപ്പച്ചിയോട് പറയുന്നത്, അതുമല്ലെങ്കിൽ നിങ്ങളെ ബ്രദറിനോട് പറയുന്നത് ഓർത്താൽ മതി, ഐ ലൈക്ക് യു. ഇനി രണ്ടാമത്തെ വാക്യം നെഗറ്റീവ് സെന്റൻസ് ആണ്, ഐ ഡോണ്ട് ലൈക്ക് യു. ഇനി അടുത്തത് പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, ഡു യു ലൈക്ക് മീ? ഓക്കെ, ഇനി 4മത്തത് നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, ഡോണ്ട് യു ലൈക്ക് മീ? ഡോണ്ട് യു ലൈക്ക് മീ? ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു 2 തരം ചോദ്യങ്ങളേ ഉള്ളൂ. അതിൽ 1മത്തതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, അത് തന്നെ 2 ഉണ്ടെന്ന് പറഞ്ഞു തന്നു അല്ലേ. ഇനി 2മത്തതാണ് ഏത് ക്വസ്റ്റ്യൻ? WH ക്വസ്റ്റ്യൻ. ചോദ്യങ്ങളിൽ പെട്ട 2മത്തെ കാറ്റഗറിയാണ് WH ക്വസ്റ്റ്യൻ. എന്താണ് WH ക്വസ്റ്റ്യൻ? ഇത് വളരെ സിമ്പിൾ ആണ്. കാരണം എന്താ വെച്ചാൽ W കൊണ്ടോ അല്ലെങ്കിൽ H കൊണ്ടോ ആരംഭിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ്, അത്തരം ക്വസ്റ്റ്യൻ ആണ് WH ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് ഹൗ ആർ യു, അത് WH ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഓൾഡ് ആർ യു, അത് WH ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ്, അതും ഒരു WH ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ W കൊണ്ടോ H കൊണ്ടോ ആരംഭിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡുകൾ വരുന്ന ക്വസ്റ്റ്യൻ ആണ് WH ക്വസ്റ്റ്യൻ. ഇനി അതന്നെ 2 വിഭാഗമുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ, നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ. എല്ലാം പാടെ കൺഫ്യൂഷൻ ആവുമോ? എല്ലാം പാടെ പണിയാവുമോ? പറയൂ, അല്ലെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചോളൂ. അല്ലെങ്കിൽ ഇല്ല, ബുദ്ധിമുട്ടാവൂല അല്ലെ? ബുദ്ധിമുട്ടാവരുത് കേട്ടോ. കാരണം നമ്മളിത് പൊരുളറിഞ്ഞ് പഠിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഓക്കെ, അറിഞ്ഞ് പഠിക്കുകയാണ്. കാരണം നമുക്കിത് നമ്മുടെ ജീവിതമാർഗ്ഗമാണ് അല്ലേ. ഞാനിങ്ങനെ മനസ്സിൽ കാണാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്തതേ ഉള്ളൂ. ഒരു
10 മാസം 11 മാസം അല്ലെങ്കിൽ ഒരു മിനിറ്റ് സൗണ്ട് പോകുന്നുണ്ട്. ഇന്ന് പകല് ഫുൾ ടൈം ക്ലാസ് ആയിരുന്നേ, അതുകൊണ്ട് സൗണ്ട് കുറച്ച് പോയിക്കണം കേട്ടോ. കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, ഒരു 11 മാസം അല്ലെങ്കിൽ മാക്സിമം ഒരു കൊല്ലം കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾ ഒരു ടീച്ചറായിട്ട് ജോയിൻ ചെയ്യാനുള്ള, ഏതെങ്കിലും സ്കൂളിൽ ഒരു ടീച്ചറായിട്ട് ജോയിൻ ചെയ്യാനുള്ള എല്ലാ കഴിവുകളോടും കൂടിയ ഒരാളായിട്ട് മാറും. ഒരു മാസം ജോലി ചെയ്ത് അടുത്ത മാസം 1-ാം തീയതി നിങ്ങളുടെ അക്കൗണ്ടിൽ സാലറി വരും അല്ലേ? അത് എത്രയാണെന്നുള്ളതല്ല, സാലറി വരും. പലപ്പോഴും നമ്മൾ ഈ ആദ്യ സാലറി കൊണ്ടൊക്കെ പലപ്പോഴും പല ലേഡീസും ചെയ്യുന്നത് എന്താ വെച്ചാൽ, അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും നല്ല ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക അല്ലേ? അതൊക്കെ ഒരു സന്തോഷമാണ് അല്ലേ? ഇങ്ങനൊരു സംഭവം അങ്ങനെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. പിന്നീട് കുറേ ക്ലാസ് കഴിഞ്ഞ ശേഷം, അത് ആ ബാച്ച് ക്ലാസ് കഴിഞ്ഞു, ഇത് 2022 ഉണ്ടായ സംഭവമാണ്, ഒരു 3 കൊല്ലം മുമ്പ് കേട്ടോ. അപ്പോൾ ക്ലാസ് ബാച്ച് കഴിഞ്ഞ് പിന്നീട് അവരെ ബാച്ച് കഴിഞ്ഞ് പിന്നെ വേറെ ബാച്ച് ക്ലാസ് ആരംഭിച്ചു. അപ്പോൾ ആ ടൈമിന് ആ കോഴ്സ് കഴിഞ്ഞിട്ട് 14 മാസം പോലെ അയക്കണം. അങ്ങനെ ആ ഒരു ലേഡി എന്നെ വിളിച്ചുകൊണ്ട്, ആ ലേഡി വിളിക്കുമ്പോൾ കരയുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ കരഞ്ഞുകൊണ്ട് ആരെയും കോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഡേ മൊത്തം പോകും. ഓക്കെ, അങ്ങനെ ആ ലേഡി പറഞ്ഞു, സാറേ ഇന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയേറെ സന്തോഷിച്ച ഒരു സംഭവം ഇനി ലൈഫിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ചോദിച്ചാൽ എന്താ പറഞ്ഞോളൂ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത്തരം ഒരു മോണ്ടിസോറി ടീച്ചറാവാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ എനിക്ക് തീർത്തും എതിരായി നിന്ന ആളായിരുന്നു എൻ്റെ മദർ ഇൻ ലോ. ഇനി ഒരിക്കലും പഠിക്കേണ്ടതില്ല, ഇനി പഠിക്കേണ്ട ആവശ്യമില്ല, ഇനി പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിക്കൊന്നും പോകാൻ കഴിയൂല എന്ന് വരെ അവർ പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴും എനിക്ക് കട്ട സപ്പോർട്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ അതിന് മധുരമായി പ്രതികാരം ചെയ്തു. അപ്പോൾ ചോദിച്ചാൽ എങ്ങനെയാ ചോദിച്ചു, അല്ല ഇന്ന് എനിക്ക് സാലറി കിട്ടി സാറേ, ഞാൻ അവർക്ക് നല്ലൊരു ഒരു ഡ്രസ്സിൻ്റെ പേരൊക്കെ എനിക്ക് പറഞ്ഞു കേട്ടോ. ഞാനത് പിന്നെ അവരെ പേരും ഞാൻ റിവീൽ ചെയ്യണില്ല. പിന്നെ ഞാനൊരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു. ആ ഡ്രസ്സ് വാങ്ങി ഞാൻ അവരെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. ഉമ്മ ഇതെൻ്റെ ആദ്യ ശമ്പളം കൊണ്ട് വാങ്ങിച്ചാന്ന് പറയുകയും ചെയ്തു. ആ സമയത്ത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് എൻ്റെ ഉമ്മ പോലും എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ വിതുമ്പുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആ ചുണ്ടുകൾ ശരിക്കും സാറെ വിറക്കുന്നത് ഞാൻ കണ്ടു. ആ കണ്ണിന്ന് കണ്ണുനീര്, ആ ഉമ്മ കരയല്ലെന്ന് പറയാൻ വയ്യ, പക്ഷെ അവർ കൺട്രോൾ ചെയ്യാൻ വയ്യ അവർക്ക്. ഒരു പക്ഷെ അവരെ മക്കൾ പോലും ഈ രീതിയിൽ അവരെ പരിഗണിച്ചിട്ടുണ്ടാവില്ല. വാങ്ങ കൊടുക്കണം കേട്ടോ, ഒരു മിനിറ്റ് പിന്നെ ഒന്ന് പോസ് ചെയ്യല്ല. ഒരു വെൽക്കം ബാക്ക്. അപ്പം എങ്ങനെയുണ്ട് മധുരമായ പ്രതികാരം അല്ലേ? ഇതിന് പ്രതികാരമല്ല കേട്ടോ, പക്ഷെ അവർക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയത് ആ സംഭവം അവരുടെ ലൈഫിൽ വളരെ വലിയ ഒരു വൈബായിരുന്നു. ഇത് ഒരു സാധാരണക്കാരിയായ ഒരു മോണ്ടിസോറി പ്രീ പ്രൈമറി RBTTC ട്രെയിനറുടെ ലൈഫിൽ ഉണ്ടാകാവുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞൊന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഒരുപക്ഷെ അന്ന് ആ മദർ ഇൻ ലോ ഈ മകൾക്ക് വേണ്ടി, അവർ സ്വന്തം മകളല്ലെങ്കിൽ പോലും സ്വന്തം മക്കൾ പോലും ചെയ്യാത്ത, സ്വന്തം മക്കളിൽ നിന്ന് പോലും കിട്ടാത്ത ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, ആ സ്നേഹം കാരണം ആ മദർ ഇൻ ലോ അന്ന് ശരിക്കും മനസ്സുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. ഈ മകൾക്ക് ജീവിതത്തിൽ നല്ലത് മാത്രം കൊടുക്കണം, നല്ലത് മാത്രം വരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രാർത്ഥന ഈശ്വരൻ സ്വീകരിക്കുകയും ചെയ്യും. ഇത് ഉറപ്പാണ് അല്ലേ? അപ്പോൾ ഞാനത് കേട്ടോ. അപ്പോൾ അത്തരം ചിന്തകളൊക്കെ മനസ്സിൽ വേണം ഈ കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ. എന്നിട്ട് നമ്മൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? നമ്മൾ ഇപ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് വീട്ടിൽ പറഞ്ഞപ്പോത്തിന് ഇങ്ങനത്തെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ പെർമിഷൻ കിട്ടിയോ? ഇല്ലല്ലോ. കുറേ പട്ടിണി കിടന്നിക്കണില്ലേ അല്ലേ? അങ്ങനെ കിടന്ന് കണ്ടാൽ കിട്ടുക, അതൊക്കെ ഇതിന് മിനിമം കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അല്ലേ, ഒരുപാട് പ്രയാസങ്ങൾ ചിലപ്പോൾ സഹിക്കാനൊക്കെ ഉണ്ടാവും. ബെർട്രാൻഡ് റസ്സലിൻ്റെ വാക്കുകൾ എനിക്ക് ഓർമ്മയിൽ വരികയാണ്. വിദ്യാഭ്യാസം വേരുകളിൽ കയ്പാണ്, ഫലങ്ങൾ നല്ല മധുരമാണ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് നമ്മൾ പഠിക്കുന്നതും ഒരു ടീച്ചറായിട്ട് പഠിക്കുന്ന കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഇതിൻ്റെ ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ ജോലി ചെയ്യുക, നമുക്ക് സാലറി കിട്ടുക, നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് മാറുക, നമ്മൾ സമൂഹത്താൽ ബഹുമാനിക്കപ്പെടുക, കുടുംബത്തിൽ ആദരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുക, അങ്ങനെയുള്ളതൊക്കെ ഇതിൻ്റെ ഫലങ്ങളാണ്, ഇതിൻ്റെ ഫ്രൂട്ടാണ്. ഓക്കെ, അത് നമുക്ക് അനുഭവിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് 4 വാക്യങ്ങൾ പഠിച്ചാൽ മതി.
2 വാക്ക് ഞാൻ അവസാനത്തെ 2 വാക്ക് ഞാൻ പരിചയപ്പെടുത്തിയതിൽ എക്സാമ്പിൾ ഇല്ല കേട്ടോ. അത് കാരണം ഇന്ന് അതും കൂടി പറയണ്ട, ഒന്നും ഓർമ്മയിലുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്ന് പഠിച്ച 4 വാക്യങ്ങൾ ഏതൊക്കെയായിരുന്നു? പോസിറ്റീവ് സെന്റൻസ്, നെഗറ്റീവ് സെന്റൻസ്, പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. സംഭവം ക്ലിയർ ആയിക്കണല്ലോ അല്ലേ? ഇനി നമുക്ക് WH ക്വസ്റ്റ്യൻ ആണ് പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ മതി. അടുത്ത ക്ലാസ്സിൽ അങ്ങനെ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറേശ്ശെ അങ്ങനെ പഠിച്ച് നമുക്ക് എന്ത് ചെയ്യണം, അങ്ങനെ ഉയർന്നു പോകണം. ഞാൻ അവസാനത്ത് എടുക്കാത്തതുകൊണ്ട് കേട്ടോ. മൊത്തം 6 വാക്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഈ 6 വാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവസാനത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മയിലുണ്ടാവും, പോസിറ്റീവ് WH ക്വസ്റ്റ്യനും നെഗറ്റീവ് WH ക്വസ്റ്റ്യനും കൂടി വരുമ്പോൾ 6 ആകും. എന്നാൽ ഇപ്പോൾ നിങ്ങൾ 6 പഠിക്കണം, 4 പഠിച്ചാൽ മാത്രം മതി. 4 എല്ലാവർക്കും ഓക്കെ ആണല്ലോ അല്ലേ? 4 എല്ലാവർക്കും ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ് എന്ന് പറയുമ്പോൾ മേ ബി നെക്സ്റ്റ് മൺഡേ ആയിരിക്കും. മൺഡേ നമുക്ക് കൂടുതൽ പ്രതീക്ഷയോട് കൂടി ഇനി കൂടുതൽ വാക്കുകളും പഠിക്കാനുണ്ടാവും, ടാസ്കുകളും ഉണ്ടാവും. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ പിന്നെ പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് ചെയ്തോളൂ. ഓക്കെ കേട്ടോ. എന്നും ഞാൻ പറഞ്ഞല്ലോ, ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കി. മക്കളെ കാര്യം ശ്രദ്ധിക്കണം, പിന്നെ ഹസ്സിൻ്റെ കാര്യം ശ്രദ്ധിക്കണം, ഹസ്സിൻ്റെ പാരൻസിൻ്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ വേണം. പക്ഷെ നിങ്ങളൊരു 24 അവർ ഉണ്ടല്ലോ, ഒരു അരമണിക്കൂർ നിങ്ങൾക്കായിട്ട് മാറ്റി വെക്കി കേട്ടോ. എന്നിട്ട് വിജയം കൈവരിക്കാനുള്ള ശ്രമങ്ങൾ പടിപടിയായിട്ടുള്ള ആ വിജയം നമ്മളിലേക്ക് വരട്ടെ. അതിനുവേണ്ടി ഒരുങ്ങുക. ഓക്കെ, സോ ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും ഓക്കെ ആണല്ലോ? വെൽക്കം. അപ്പൊ എന്നാ ഓരോരുത്തരായി ലീവ് ചെയ്തോളൂ കേട്ടോ. ഞാൻ ക്ലാസ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ വിത്ത് ലോട്ട് ഓഫ് 6 days. Welcome.